സ്കൂൾ തുറന്നെങ്കിലും ദുരിതയാത്രയാണെന്നാണ് മലപ്പുറത്തെ കൊച്ചുകൂട്ടുകാരുടെ പരാതി. കൊണ്ടോട്ടിയിലെ മേലെ പുതുക്കോട് കാടേപ്പാടം റോഡിൽ നിറയെ ചെളിയാണ്. 15 വർഷമായി റോഡുണ്ടെങ്കിലും ഇതുവരെ ടാർ ചെയ്തിട്ടില്ല. യാത്രാക്ലേശം കാരണം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ MLAക്കും MP-ക്കും കത്തെഴുതുന്ന സ്ഥിതിയാണ്. പ്രിയപ്പെട്ട MLA, നമുക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. റോഡ് ചളിയായിട്ട് ഒന്ന് നന്നാക്കി തരുമോ റോഡ്? പ്രിയപ്പെട്ട MLA, ഞങ്ങൾക്ക് റോഡിൽ ചളിയായിട്ട് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. റോഡൊന്ന് നന്നാക്കി തരണം. പ്രിയപ്പെട്ട MLA, ഇവിടെ കൂടെ സ്കൂളിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഫുള്ള് ചളിയാണ്. മഴ പെയ്തിട്ട് കൂടുതൽ ചളിയാണ്. ഈ റോഡൊന്ന് നന്നാക്കി തരണം. പ്രിയപ്പെട്ട MLA, നമ്മളെ റോഡ് ഭയങ്കര ചളിയാണ്. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. ചളിയായിട്ട് നമ്മളെ റോഡൊന്ന് നന്നാക്കി തരുമോ? MLAക്ക് ആത്മഹത്യ എഴുതുന്ന കത്ത്. ഈ റോഡിൽ കൂടെ പോകാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ അവസരത്തിലെല്ലാം ചളി തെറിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഈ റോഡിൽ കൂടെ സൈക്കിൾ ഓടിക്കുമ്പോഴും ബുദ്ധിമുട്ടാണ്. ഇതാണ് കൊച്ചുകുട്ടികൾ തൊട്ടു മുമ്പ് പറഞ്ഞ കാടേപ്പാടം മേലെ പുതുക്കോട് റോഡ്. ദുരിതമെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഈ റോഡിന്റെ അവസ്ഥ കണ്ടു തന്നെ അറിയണം. ഒരു 10-30 കൊല്ലത്തിലധികമായി ഈ റോഡിൻ്റെ പ്രവർത്തനം തുടങ്ങിയിട്ട്. പക്ഷെ ഇന്ന് വരെ യാത്രാ സൗകര്യത്തിലുള്ള റോഡായിട്ട് മാറിയില്ല. ഇത് ശരിക്കും കാടേപ്പാടം മേലെ പുതുക്കോട് റോഡാണ്. അങ്ങനെ 80-85 കാലഘട്ടത്തിലാണ് തീവ്രമായ പ്രവർത്തനം തുടങ്ങിയിട്ട് നമ്മൾ റോഡ് ശരിയാക്കിയത്. സ്ഥലങ്ങളൊക്കെ 2 സൈഡിൽ നിന്നും വാങ്ങിയിട്ടൊക്കെ അങ്ങനെ 6 മീറ്ററിൽ ഞങ്ങൾ ഈ സ്ഥലം റോഡ് ക്ലിയറാക്കി. പക്ഷേ ഇപ്പോഴെന്താ വെച്ചാൽ ബ്ലോക്കിൻ്റെ സഹായത്തോടു കൂടി 2 സൈഡും മേലെ വരെ ഏതാണ്ട് വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ റോഡിൻ്റെ യാതൊരു പ്രവർത്തനവും ഇതുവരെ ഒരു ഇതും ചെയ്തില്ല. ബ്ലോക്കും ചെയ്തിട്ടില്ല, പഞ്ചായത്തും ചെയ്തിട്ടില്ല. ഈ റോഡിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ നിർദ്ദേശാനുസരണം 2 ഭാഗത്ത് തോടും നടുവിൽ 6 മീറ്ററുള്ള റോഡുമാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൻ്റെ ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഈ റോഡിൻ്റെ പണി ആരംഭിച്ചത്. പഞ്ചായത്തിൻ്റെ നാമമാത്രമായ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ജില്ലാ പഞ്ചായത്തിൻ്റെയോ അതുപോലെ തന്നെ മറ്റ് MP, MLA തുടങ്ങിയ ആളുകളുടെ ഒരു വലിയ സഹായം നമുക്കതിന് കിട്ടില്ല. ഈ കഴിഞ്ഞ വർഷമാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ 15 ലക്ഷം രൂപ ആദ്യമായിട്ട് ഈ റോഡിന് വേണ്ടി നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഇതിൽ കൃത്യമായിട്ട് MLAയുടെ അടുത്ത് നിരവധി തവണ ജനപ്രതിനിധികൾ, ഗ്രാമസഭകൾ, അതുപോലെ തന്നെ നിരവധി പഞ്ചായത്ത് യോഗങ്ങളിലൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന് റോഡ് സമർപ്പിക്കപ്പെട്ടതുകൂടിയാണ്. എന്നാൽ അതിലൊരു ഫണ്ട് വരുത്താൻ വേണ്ടി തയ്യാറാവാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്ത് കൊടുക്കുന്നത് വൈരമഹാകാളി ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങൾ വരുന്നൊരു അമ്പലമാണിത്. അതിന് തൊട്ടപ്പുറത്താണ് പുതിയടത്ത് ഒരു ക്ഷേത്രമുള്ളത്. 3 പട്ടികജാതി കോളനികൾ ഈ റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അവിടേക്കൊക്കെയുള്ള ഏക ആശ്രയമാണ് ഈ റോഡ്. ആ റോഡിനകത്ത് ഇത്തരത്തിൽ അധികാരികളുടെ അനാസ്ഥ കാരണം ഇവിടുത്തെ ജനങ്ങൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡെന്ന ഇവരുടെ ആവശ്യത്തിന് ഏകദേശം 25 വർഷം പഴക്കമുണ്ട്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറന്ന് വേണ്ട നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവിടത്തുകാരുടെ ആവശ്യം. കൃഷ്ണകുമാറിനൊപ്പം V. സോണൽ കൃഷ്ണ, ജനം.